ആരോഗ്യസ്ഥിതിയും 4 വർഷമായി വിചാരണ തടവുകാരനായി ജയിലിൽ കഴിയുന്നതും കണക്കിലെടുത്താണ് ബാംഗ്ലൂർ സ്ഫോടന കേസിൽ അബ്ദുൽ നാസർ മദനിക്ക് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത്. കടുത്ത ജാമ്യ വ്യവസ്ഥകളോടെയാണ് ജാമ്യം. 1 ലക്ഷം രൂപ ജാമ്യത്തുക കെട്ടിവയ്ക്കണം. ജാമ്യത്തിലിറങ്ങിയാൽ ബാംഗ്ലൂർ വിട്ടു പോകാൻ പാടില്ല. ബാംഗ്ലൂരിൽ താമസിക്കുന്ന സ്ഥലത്തിന്റെ മേൽവിലാസം നൽകണം. മദനി സാക്ഷികളെ സ്വാധീനിക്കുന്നില്ലെന്നും തെളിവ് നശിപ്പിക്കുന്നില്ലെന്നും കർണാടക സർക്കാർ ഉറപ്പുവരുത്തണം. യഥാർത്ഥത്തിൽ 24 മണിക്കൂറും കർണാടക പോലീസിന്റെ നിരീക്ഷണത്തിലാവും മദനി. കോടതി തന്നെ അതിനുള്ള പ്രതികരണമായിട്ട് പറഞ്ഞത് ഈ 1 മാസം ഞങ്ങൾ ടെസ്റ്റ് ഡോസ് ആയിട്ട് കൊടുത്തിരിക്കുന്ന കാലാവധിയാണ്. ഈ 1 മാസത്തെ കാലാവധിയിൽ കർണാടക സർക്കാരിൻ്റെ അകത്തുനിന്ന് ഒരു കംപ്ലൈൻറ്റ് ഇല്ല. അതുപോലെ തന്നെ ഞങ്ങൾ വെച്ചിരിക്കുന്ന കണ്ടീഷനെല്ലാം നിങ്ങൾ പാലിക്കുന്നുണ്ട് എന്നാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ ഇത് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു അവസ്ഥ അന്നുണ്ടാവും എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അത് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു ഒബ്സർവേഷനാണ് കോടതി നടത്തിയിരിക്കുന്നത്. 2008 നടന്ന ബാംഗ്ലൂർ സ്ഫോടന കേസിലെ പ്രതികൾ ചിലർ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലുമുണ്ടെന്നും ജാമ്യത്തിലിറങ്ങിയാൽ ഇവരുമായി മദനി ബന്ധം പുലർത്തുമെന്നും ചിലപ്പോൾ രാജ്യം വിട്ടു പോകുമെന്നും കർണാടക സർക്കാർ കോടതിയിൽ വാദിച്ചു. 16 ലക്ഷം രൂപ മദനിയുടെ ചികിത്സയ്ക്കായി സർക്കാർ വഹിച്ചിട്ടുണ്ടെന്നും വ്യക്തമാക്കി. എന്നാൽ കഴിഞ്ഞ നവംബറിലെ ഉത്തരവ് പ്രകാരം കഴിഞ്ഞ 8 മാസത്തിനിടെ 20 ദിവസമാണ് മദനിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പിന്നീടുള്ള കാലം ജയിലിൽ പീഡിപ്പിക്കുകയായിരുന്നു. ഇനിയും അത് തുടർന്നാൽ മദനിയുടെ 2 കണ്ണിന്റെയും കാഴ്ച നഷ്ടമാകുമെന്ന് അഭിഭാഷകനായ പ്രശാന്ത് ഭൂഷൺ വാദിച്ചു. ബാംഗ്ലൂർ കേസിൽ 2010 മദനി അറസ്റ്റിലാവുന്നത്. കനത്ത ഉപാധികളോടെയാണെങ്കിലും 4 വർഷത്തെ വിചാരണ തടവിന് ശേഷമാണ് അബ്ദുൽ നാസർ മദനിക്ക് 1 മാസത്തെ ജാമ്യം സുപ്രീം കോടതി അനുവദിച്ചിരിക്കുന്നത്. സുപ്രീം കോടതിക്ക് മുമ്പിൽ നിന്നും ക്യാമറാമാൻ പ്രമോദിനൊപ്പം ലിജോ വർഗീസ്, മീഡിയ 1.